താനൂർ ബോട്ട് അപകടം അന്വേഷണ കമ്മീഷൻ ആദ്യ വിചാരണ ഈ മാസം 27-ന് നടക്കും. തിരൂർ PWD റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസിൽ പ്രതികളായവർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് VK മോഹനൻ ചെയർമാനായ 3-അംഗ കമ്മീഷനാണ് അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത്. ജസ്റ്റിസ് VK മോഹനൻ, കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് റിട്ടയർഡ് എഞ്ചിനീയർ സുരേഷ് കുമാർ, കൊച്ചി യൂണിവേഴ്സിറ്റി ഷിപ്പ് ടെക്നോളജി റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ KP നാരായണൻ എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ. തൂവൽ തീരം ബീച്ചിൽ 2023 മെയ് 7-നുണ്ടായ ബോട്ടപകടത്തിൻ്റെ കാരണം, അപകടത്തിൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള പങ്ക് തുടങ്ങി 5 വിഷയങ്ങളിലാണ് കമ്മീഷന്റെ പരിശോധന. 27-ാം തീയതി കമ്മീഷന്റെ ആദ്യമായിട്ടുള്ള പരസ്യ വിചാരണ തുടങ്ങുകയാണ്. അതിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്ന ആൾക്കാർക്കെല്ലാം ഹാജരാകാൻ പറഞ്ഞിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് താനൂർ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 526/2023 ഒരു ക്രൈം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ കുറ്റപത്രം അവിടുത്തെ പോലീസ് ബന്ധപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ കുറ്റപത്രത്തിൽ പ്രതിവർഗത്തിൽ ചേർത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നമ്മൾ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വിചാരണ ഈ 27-ാം തീയതി തിരൂർ PWD റെസ്റ്റ് ഹൗസിൽ വെച്ച് ആരംഭിക്കുകയാണ്. കേസന്വേഷണം കടന്നുപോയത് കടുത്ത വെല്ലുവിളികളിലൂടെയാണെന്നും പബ്ലിക് ഹിയറിംഗിന് വേണ്ടത്ര സഹകരണം ലഭിച്ചില്ലെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ലക്ഷ്യം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ശുപാർശയിൽ ഉണ്ടാകുമെന്നും കമ്മീഷൻ ഉറപ്പു നൽകി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.